നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഓരോ വ്യക്തിക്കും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ്. ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ, വലിയ തുകയുടെ ഇടപാടുകൾ നടത്താൻ എല്ലായിടത്തും പാൻ നിർബന്ധമാണ്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ അശ്രദ്ധ കാരണം പാൻ കാർഡ് തന്നെ പ്രവർത്തനരഹിതമാകാൻ പോകുകയാണ്. ആധാറും പാനും തമ്മിൽ ഡിസംബർ 31-നകം ലിങ്ക് ചെയ്തില്ലെങ്കിൽ 2026 ജനുവരി 1 മുതൽ പാൻ പ്രവർത്തിക്കില്ല. പാൻ ആധാർ ലിങ്കിംഗ് എന്തുകൊണ്ട് നിർബന്ധം? എങ്ങനെ ലിങ്ക് ചെയ്യാം? 1000 രൂപ പിഴ എപ്പോൾ വരും? ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ആരൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരാണ്? ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇന്ത്യയിൽ ഒരാൾ ഒരു തിരിച്ചറിയൽ എന്ന ആശയത്തിന്റെ ഭാഗമായാണ് പാൻ ആധാർ ലിങ്കിംഗ് സർക്കാർ നിർബന്ധമാക്കിയത്. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കള്ള പാൻ കാർഡുകൾ ഒഴിവാക്കാൻ, നികുതി വെട്ടിപ്പ് തടയാൻ, സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താൻ വേണ്ടിയും. ഇത് പുതിയ നിയമമല്ല. പലതവണ സമയം നീട്ടി നൽകിയിട്ടും ഇപ്പോഴും ലിങ്ക് ചെയ്യാത്തവർ ഉള്ളതിനാലാണ് ഇപ്പോൾ കർശന നടപടിയിലേക്ക് കടന്നത്. ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി ഡിസംബർ 31 ഈ തീയതിക്കുള്ളിൽ ലിങ്ക് ചെയ്താൽ പിഴ ഈടാക്കുകയുമില്ല, പ്രശ്നവും ഉണ്ടാകില്ല. ഡിസംബർ 31 കഴിഞ്ഞാൽ 1000 രൂപ പിഴയടക്കേണ്ടി വരും. 2026 ജനുവരി 1 മുതൽ പാൻ ഇന്നോപ്പറേറ്റീവ്, ബാങ്ക് ITR നിക്ഷേപങ്ങൾ എല്ലാം തടസ്സപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നാളേക്കായി മാറ്റരുത്. എത്രയും പെട്ടെന്ന് തന്നെ ലിങ്ക് ചെയ്യാത്തവർ ലിങ്ക് ചെയ്യുക. ആധാർ എങ്ങനെ ലിങ്ക് ചെയ്യാം? ഇൻകം ടാക്സ് പോർട്ടൽ വഴി ബ്രൗസറിൽ തുറക്കുക. www.incometax.gov.in/IEC/FO പോർട്ടൽ ബാർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. ഹോം പേജിൽ ലിങ്ക് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നൽകേണ്ട വിവരങ്ങൾ 10 അക്ക പാൻ നമ്പറാണ്, 12 അക്ക ആധാർ നമ്പറും. ആധാറിൽ ഉള്ള പേര് തന്നെ കൃത്യമായി നൽകിയിരിക്കണം. സമയപരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപ പേയ്മെന്റ് ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. സ്ക്രീനിലെ നിർദ്ദേശങ്ങൾ പാലിച്ച് UPI അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് അഥവാ കാർഡ് വഴി പേയ്മെന്റ് പൂർത്തിയാക്കാവുന്നതാണ്. സബ്മിറ്റ് ചെയ്താൽ പോർട്ടൽ നിങ്ങളുടെ റിക്വസ്റ്റ് സ്വീകരിച്ച് ലിങ്കിംഗ് പ്രോസസ് ആരംഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? UIDAI വെബ്സൈറ്റ് വഴി uidai.gov.in സന്ദർശിക്കുക. ആധാർ സർവീസ് ക്ലിക്ക് ചെയ്യുക. ആധാർ ലിങ്കിംഗ് സ്റ്റാറ്റസ് തിരഞ്ഞെടുക്കുക. 12 അക്ക ആധാർ നമ്പർ നൽകുക. ഗെറ്റ് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. പാൻ നമ്പറും ക്യാപ്ചയും നൽകുക. ഗെറ്റ് ലിങ്കിംഗ് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ തന്നെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. NSDL വെബ്സൈറ്റ് വഴിയും പരിശോധിക്കാൻ കഴിയുന്നതായിരിക്കും. www.nsdl.com. സമാനമായ രീതിയിൽ പാൻ ആധാർ സ്റ്റാറ്റസ് പരിശോധിക്കാം. ആധാർ ലിങ്കിംഗ് നിർബന്ധമില്ലാത്തവർ ആർക്കെല്ലാം എന്ന് നോക്കാം. NRI പ്രവാസി ഇന്ത്യക്കാർ, ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ, 80 വയസ്സോ അതിലധികമോ പ്രായമുള്ളവർ, ആസാം, മേഘാലയ, ജമ്മു ആൻഡ് കാശ്മീരിൽ താമസിക്കുന്നവർ. നിങ്ങൾ ഈ വിഭാഗത്തിൽ പെട്ടവരാണെങ്കിൽ ഭയപ്പെടേണ്ട, പിഴ ബാധകവുമല്ല. ലിങ്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് സാധാരണ വരുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്തെല്ലാം എന്ന് നോക്കാം. പേര് പാനിലും ആധാറിലും വ്യത്യാസമാണെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. OTP വരുന്നില്ലെങ്കിൽ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കുക. പേയ്മെന്റ് കഴിഞ്ഞിട്ടും ലിങ്ക് ആയില്ലെങ്കിൽ 24 മുതൽ 72 മണിക്കൂർ വരെ കാത്തിരിക്കണം. ശക്തമായ ഓർമ്മപ്പെടുത്തൽ എന്താണെന്ന് വെച്ചാൽ പാൻ കാർഡ് ഇന്ന് ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു ചെറിയ അശ്രദ്ധ മൂലം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോകേണ്ട. ഡിസംബർ 31-നകം പാൻ ആധാർ ലിങ്ക് ചെയ്യുക. 1000 രൂപ പിഴയും പാൻ ഡീആക്ടിവേഷനും ഒഴിവാക്കൂ. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്